ബ്രീക്ക് പൂളിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് ബോർഡ് ലഭിക്കുന്നു. അവൾ അത് ഉപയോഗിച്ച് ആ ഹോള് വലുതാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഫൈബർ ഗ്ലാസ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആ പ്ലാസ്റ്റിക് ബോർഡ് കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടായില്ല. ബ്രിയുടെ ഫിയാൻസി ഡേവിഡ് ബ്രിയെ കാണാണ്ടാവുമ്പോ അല്ലെ വിളിച്ചിട്ട് കിട്ടാതെയൊക്കെ വരുമ്പോഴേക്കും പുള്ളി പോലീസിൽ അറിയിക്കും, നമ്മളെ അന്വേഷിച്ച് ഇവിടെ വരും എന്നെല്ലാം ബ്രി സംസാരിക്കുന്നു. എന്നാൽ ഇത് കേട്ടിട്ടും ജോണ നെഗറ്റീവ് അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇത്തവണ പക്ഷേ ബ്രിക്കും ദേഷ്യം വന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയാൻ തുടങ്ങി. ജോണയുടെ ലൈഫ് അത്ര സക്സസ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രിയുടെ ഹാപ്പി ലൈഫ് കണ്ട് ജോണയ്ക്ക് അസൂയയായിരുന്നു. ഈ അസൂയ കാരണം ജോണയാണ് റിങ് പൂളിലേക്ക് വലിച്ചെറിഞ്ഞത്. അവളുടെ അസൂയ കാരണം ഇപ്പൊ രണ്ടുപേരും അപകടത്തിൽ. സത്യം മനസ്സിലാക്കിയ ബ്രി ജോണയോട് വല്ലാണ്ട് ദേഷ്യപ്പെട്ടിട്ട് അവളുടെ റിങ് ആ മെറ്റൽ ഗ്രില്ലിൽ നിന്നും പുറത്തെടുക്കുന്നു. അപ്പോഴാണ് ബ്രിക്ക് ഒരു ഐഡിയ തോന്നിയത്. ഈ പൂളിനുള്ളിലെ മെറ്റൽ ഗ്രില്ല് എങ്ങനെയെങ്കിലും എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് പൂളിന്റെ കവർ തകർക്കാൻ സാധിക്കുമല്ലോ. എന്നാൽ ഈ ഐഡിയ ജോണയ്ക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, മുൻപ് ഇതേ ഗ്രില്ലിലാണല്ലോ അവളുടെ തലമുടി കുടുങ്ങിയത്. ആ പേടി കൊണ്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രിയുടെ ഫോണിലേക്ക് ഡേവിഡിന്റെ കോള് വരുന്നത്. കോൾ എടുക്കാണ്ടായപ്പോ പുള്ളി അവളുടെ ഫോണിലേക്ക് ഒരു വോയിസ് നോട്ട് അയക്കുന്നു. പൂളിനുള്ളിലെ മെറ്റൽ ഗ്രിൽ എടുക്കാനായിട്ട് ബ്രി ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അങ്ങനെ കുറച്ചധികം മണിക്കൂറുകൾ കൂടെ കടന്നുപോയി. രണ്ടുപേരുടെയും പ്രതീക്ഷയൊക്കെ ഏതാണ്ട് നശിച്ച മട്ടായി. ബ്രിയുടെ ഫോണിലേക്ക് ഡേവിഡിന്റെ കോള് പലതവണ വന്നെങ്കിലും ബ്രിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ബ്രി നല്ല